ഹലോ മക്കളെ, നാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. മുൻഭാഗത്തിലെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ചോദ്യം ഇതാണ്: സൂചിപ്പിക്കുന്നത് എന്ത്? എ. സ്കൂൾ അടുത്തുണ്ട്. ബി. ആശുപത്രി അടുത്തുണ്ട്. സി. ഉദ്യാനം അടുത്തുണ്ട്. ഡി. കളിസ്ഥലം അടുത്തുണ്ട്. ഏതാ ഇതിൽ ശരി? നോക്കിയാൽ ഒരു കുട്ടി വേഗം തൂക്കി പോകുന്നതല്ലേ. അപ്പോൾ എന്തായിരിക്കും? എ. സ്കൂള് അടുത്തുണ്ട്. ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? എന്തോ ഒരു മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കാം. ചോദ്യം ഇതാണ്: എന്തു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? എ. ലോഹപാത്രങ്ങൾ നിർമ്മിക്കൽ. ബി. മൺപാത്രങ്ങൾ നിർമ്മിക്കൽ. സി. സഞ്ചി നിർമ്മാണം. ഡി. ചക്ര നിർമ്മിക്കൽ. എന്താണ് നടക്കുന്നത്? ബി. മൺപാത്രങ്ങൾ നിർമ്മിക്കൽ അല്ലേ. അപ്പം അതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: ഈ മാസം എൻ്റെ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു അനിയനോ അനിയത്തിയോ ഉണ്ടായി. എനിക്കിപ്പോൾ ഒരു കുഞ്ഞനുജത്തി ഉണ്ട്. യെസ്. എങ്ങനെയാണ് എൻ്റെ കുടുംബം മാറിയത്? കുടുംബത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? എ. എൻ്റെ കുടുംബം ഇപ്പോൾ വലുതായിരിക്കുന്നു. ശരിയാണ്. ബി. എൻ്റെ കുടുംബം ഇപ്പോൾ ചെറുതായിരിക്കുന്നു. തെറ്റ്. സി. ഒരു മാറ്റവും ഇല്ല. അതും തെറ്റ്. ഡി. എനിക്ക് എൻ്റെ സഹോദരി ഇഷ്ടമാണ്. അത് ശരി തന്നെ. പക്ഷേ ഇതിൽ കുടുംബത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? എ. എൻ്റെ കുടുംബം ഇപ്പോൾ വലുതായിരിക്കുന്നു അല്ലേ. ഇതാണ് ശരിയായത്. നിറയെ ചൂടുവെള്ളം ഉള്ള ഒരു കുടം ഒരു ലോഹ പ്ലേറ്റ് കൊണ്ട് മൂടി വച്ചിരിക്കുന്നു. പ്ലേറ്റിൽ എന്ത് മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും? നിറച്ചും ചൂടുവെള്ളമുള്ള പാത്രത്തിൽ ഒരു ലോഹം കൊണ്ടുള്ള സ്റ്റീലിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു മൂടി കൊണ്ട് മൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക? പ്ലേറ്റ് എ. പ്ലേറ്റ് ചൂടാവും. ബി. പ്ലേറ്റ് തണുക്കും. സി. പ്ലേറ്റിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഡി. പ്ലേറ്റ് പൊട്ടിത്തെറിക്കും. ഏതാ സംഭവിക്കുക? പ്ലേറ്റ് ചൂടാവും. ഓപ്ഷൻ നമ്പർ എ അല്ലേ. പ്ലേറ്റ് ചൂടാവും. അടുത്ത ചോദ്യം: ലോകത്തെ 5 ആനുകാലിക സംഭവങ്ങൾ. ആനുകാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആനുകാലികം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ 5 ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന 5 കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് എഴുതി കൊണ്ടുപോകാൻ ടീച്ചർ പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിനുള്ള വിവരങ്ങൾ കിട്ടാൻ താഴെ പറയുന്നതിൽ ഏതാണ് അനുയോജ്യമായത്? ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുക? എ. കത്ത് വഴി. ബി. പാഠപുസ്തകം. സി. കഥാപുസ്തകം. ഡി. പത്രം. ഇതിലെന്താ പ്രത്യേകത? കത്ത് 2-3 ദിവസം മുമ്പ് എഴുതിയതായിരിക്കും. പാഠപുസ്തകം ചിലപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ എഴുതിയതായിരിക്കും. കഥാപുസ്തകവും അതുപോലെ തന്നെ. പക്ഷെ പത്രം എങ്ങനെയാ? ഓരോ ദിവസവും വരുന്നതല്ലേ. അപ്പോൾ അതിലെന്തുണ്ടാവും? ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവൂലേ. അപ്പോൾ ഇതിലേതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി, പത്രം. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ നായ, ആന, സിംഹം. അപ്പോൾ ആന നടുക്കും, സിംഹവും നായ ആനക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് തെറ്റായ ഓപ്ഷനാണ്. പിന്നെ കുതിര, ആന, എലി. കുതിരേനേക്കാളും വലുതാണ് ആന, പക്ഷെ ആനക്കാളും വലുതല്ല എലി. അപ്പോൾ ഇത് തെറ്റ്. സി. അണ്ണാൻ, സിംഹം, ആന. യെസ്, അണ്ണാനേക്കാൾ വലുതാണ് സിംഹം, സിംഹത്തിനേക്കാൾ വലുതാണ് ആന. ഇത് ശരി തന്നെ. ഇനി വേറെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഡി. പൂച്ച, പശു, നായ. പൂച്ചനേക്കാൾ വലുതാണ് പശു, പക്ഷേ പശുവിനേക്കാൾ ചെറുതാണ് നായ. അപ്പോൾ ഇതിൽ ഏതാ ഓപ്ഷൻ ശരി? ഓപ്ഷൻ നമ്പർ സി, അണ്ണാൻ, സിംഹം, ആന. ഇതാണ് ശരിയായ ഓപ്ഷൻ. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഒരളവിലുള്ള ജലം ഗ്ലാസ്സിലും പാത്രത്തിലുമായി വെയിലത്തും മരത്തണലിലും വെച്ചിരിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഏത് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ജലം നഷ്ടമാകുന്നത്? ഒരേപോലെ വെള്ളം 4 രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ്സിൽ, പാത്രത്തിൽ വെയിലത്ത് വെച്ചു, ഗ്ലാസ്സിലും പാത്രത്തിലും മരത്തണലിൽ വെച്ചു. അപ്പം ഇതിൽ ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജലം കുറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും. കാരണം ഇത് പരന്ന പാത്രമാണ്. കൂടുതൽ ജലത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ വെയിലത്തുള്ള പാത്രങ്ങളിലായിരിക്കും കൂടുതൽ പോവുക. അതിൽ തന്നെ ഗ്ലാസ് ആകുമ്പം അങ്ങ് ചെറിയ വട്ടയിലുള്ള, അപ്പോൾ നല്ലോണം വെള്ളത്തിന് പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നല്ല അകലുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ബി ആയിരിക്കും ശരിയായ ഉത്തരം. ബി എന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം പുറത്തേക്ക്, അതായത് നീരാവിയായിട്ട് പോയിട്ടുണ്ടാവുക.
ഒരു ഡാർട്ട് ബോർഡ് കളിയിൽ 4 കളിക്കാരുടെ സ്കോറുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതൊരു കളിയാണ്. ആ കളിയിൽ 4 കളിക്കാരുടെ സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കളിക്കാരുടെ സ്കോർ: രശ്മിക്ക് 0, രാകേഷിന് 50, സോഹക്ക് 150, റഹ്മാന് 100. ഇതിൽ കളി എന്താണെന്ന് പറയുന്നത്, ഒരു ഡാർട്ട് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ബുൾസൈ എന്നാണ് പറയുക. ബുൾസൈയിൽ കൊള്ളിക്കുന്നവർക്ക് 50 സ്കോർ ലഭിക്കും. മറ്റെവിടെയെങ്കിലും കൊള്ളിച്ചാൽ 0 സ്കോറാണ് കിട്ടുക. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികൾ ആരായിരിക്കും ബുൾസൈയിൽ കൊള്ളിച്ചിട്ടുണ്ടാവും? അപ്പോൾ ഇവിടെ നടുക്ക് കൊള്ളിച്ച് 50 കിട്ടും, പുറത്താണെങ്കിൽ 0. അപ്പോൾ താഴെ രണ്ട് ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആർക്കെല്ലാം ഈ നടുക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബുൾസൈ കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കിട്ടാത്ത ആളാരാണ്? രശ്മി. അപ്പോൾ രശ്മിയുടെ പേരിലാക്കൊന്നും എന്തായാലും കിട്ടിയിട്ടുണ്ട്. രശ്മിയുള്ള ടീമിനൊന്നും എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ രശ്മി രാകേഷും ഉണ്ടാവില്ല. ബി റഹ്മാൻ രശ്മി ഉണ്ടാവില്ല. സി സോഹെ രശ്മി, അതിലും ഇല്ല, കാരണം രശ്മിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ 0. ഡി രാകേഷും സോഹയും. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. രാകേഷും സോഹയും എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം: ചന്തയിൽ വെച്ച് നിങ്ങളുടെ അച്ഛൻ്റെ പേഴ്സ് മോഷ്ടിക്കപ്പെട്ടാൽ എവിടെയായിരിക്കും നിങ്ങൾ പരാതിപ്പെടാൻ പോകുന്നത്? എവിടെയാണ് നമ്മൾ പേഴ്സ് നഷ്ടപ്പെട്ട പരാതിപ്പെടാൻ പോകേണ്ടത്? യെസ്, പോലീസ് സ്റ്റേഷനിലല്ലേ. അപ്പോൾ ഓപ്ഷൻ വായിച്ചു കൊടുക്കാം. എ പോലീസ് സ്റ്റേഷനിൽ, ബി ആശുപത്രിയിൽ, സി ബാങ്കിൽ, ഡി സ്കൂളിൽ. എവിടെയാണ് പോകേണ്ടത്? യെസ്, ഓപ്ഷൻ നമ്പർ എ പോലീസ് സ്റ്റേഷനിൽ. ഈ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുടെ ലിങ്ക് ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നോക്കി അടുത്ത ചോദ്യങ്ങൾ കേട്ട് നോക്കുക. ഓക്കെ.